ഹായ് ഗെയ്സ്, ആശിഷ് ടോക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ത്യൻ ടീം സെമി ഫൈനലിൽ നിന്നും ഫൈനലിലേക്ക് പ്രവേശിക്കുന്ന ദിവസങ്ങളാണ്. നാളെ ഫൈനലിലേക്ക് കാൽച്ചൂട് വെക്കുകയാണ്. അപ്പോൾ ഫൈനലിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് ഇന്ത്യൻ ടീമിൽ നിന്നും നമ്മൾ പ്രേക്ഷകർ, ആരാധകർക്കുള്ള പ്രതീക്ഷ എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. എന്താണ് ടീമിന് ഇന്ത്യക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് കഴിയുക? ഒരു ടീം എന്ന നിലയിൽ ഇന്ത്യൻ ടീമിന് ഫൈനലിൽ ജയത്തിലുപരിയായി ഒന്നും പ്രതീക്ഷിക്കാനില്ല. അപ്പോൾ ഈ ടീമിന് ബോളേഴ്സും ബാറ്റ്സ്മാനും ആയിട്ടുള്ള ഒരു ടീം അപ്പോൾ സെമി ഫൈനലിൽ കളിച്ച് ആ ഒരു പെർഫോമൻസ് മതിയോ ഫൈനലിൽ കളിക്കാൻ? സെമി ഫൈനലിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ ഇന്ത്യൻ ടീമിൻ്റെ ബോളേഴ്സ് എന്ന നിലയിൽ? വരുൺ ചക്രവർത്തി, ശിവൻ ദുബെ, ഇവരുടെ ബോളിങ് ഫ്ലോപ്പായിരുന്നു. ഹർഷദീപ് സിംഗ് ഇവരൊക്കെ 50-ലേറെ റണ്ണ് വിട്ടുകൊടുത്തു. ലോക ഒന്നാം നമ്പർ റാങ്കിങ്ങിലുള്ള വരുൺ ചക്രവർത്തി 65-ലേറെ റണ്ണ് വിട്ടുകൊടുത്തു. അപ്പോൾ ഇവരിൽ നിന്നും ഇങ്ങനെയുള്ള പെർഫോമൻസ് ആണോ നാം പ്രതീക്ഷിക്കേണ്ടത്? ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ പലരും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇഷാന്ത് സിംഗ് നല്ല ഒരു പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അപ്പോൾ തന്നെ ശിവൻ ദുബെയും ഹാർദിക് പാണ്ഡ്യ പുള്ളി നല്ലോണം കളിച്ചു. അപ്പോൾ അവരുടെയൊക്കെ പെർഫോമൻസ് മെച്ചപ്പെട്ടുവെങ്കിലും അഭിഷേക് ശർമ്മ ഓപ്പണർ എന്ന നിലയിൽ ഫ്ലോപ്പായിപ്പോയി. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് ഫ്ലോപ്പായിരുന്നു. ക്യാപ്റ്റൻ എന്ന നിലയിൽ മാത്രമാണ് താൻ ടീമിലുള്ളത്. ഒരു കളിക്കാരൻ, ഒരു പേഴ്സണൽ, തൻ്റെ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ തനിക്ക് ഫോമിലാകാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരുടെയൊക്കെ പെർഫോമൻസ് കേവലം ഇങ്ങനെ മതിയോ ഫൈനലിലേക്ക്? അതാണ് നാം ചിന്തിക്കുന്നത്. അപ്പോൾ തന്നെ ഫീൽഡിങ് മെച്ചമായിരുന്നു. അക്സർ പട്ടേലൊക്കെ നല്ലോണം ഫീൽഡ് ചെയ്തു. 2 ക്യാച്ച് എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യ ജയിച്ചത്. അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറ 18ാമത്തെ ഓവർ നല്ലോണം ബോൾ ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യ ജയിച്ചത്. സഞ്ജു സാംസൺ കളിച്ചതിൻ്റെ മാത്രം പിൻബലത്തിൽ ഇന്ത്യക്ക് ജയിക്കാൻ കഴിയത്തില്ല. അതാണ് കപിൽ ദേവ് പറഞ്ഞത്. അപ്പോൾ ടീം എന്ന നിലയിൽ ഇന്ത്യൻ ടീമിന് ഫൈനലിലേക്ക് വരുമ്പോൾ എവിടേക്കാണ് മെച്ചപ്പെടുത്താനുള്ളത്? അവർ എങ്ങനെയൊക്കെ പോയാൽ ഈ ഫൈനൽ ജയിക്കാൻ കഴിയും? ഇങ്ങനെ പോയാൽ ഒരിക്കലും ജയിക്കാൻ കഴിയത്തില്ല. കാരണം ന്യൂസിലാൻഡ് ടീം വളരെ പെർഫെക്റ്റായിട്ടുള്ള മാച്ചായിരുന്നു സെമി ഫൈനലിൽ കളിച്ചത്. പെർഫെക്റ്റായിട്ടാണ് അവർ കളിച്ചത്. കേവലം 170 റൺസ് എടുക്കാൻ 1 വിക്കറ്റേ അവർക്ക് നഷ്ടപ്പെടുത്തേണ്ടത് വന്നുള്ളൂ. 170 റൺസിൽ അവരെ ഒതുക്കാനും തക്കവണ്ണം ആ ബോളേഴ്സിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ടീമുമായിട്ടുള്ള താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യൻ ടീം അത്രയും പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. എങ്കിലും ഇങ്ങനെ സെമി ഫൈനലിനേക്കാൾ അതിലും മെച്ചമായിട്ട് ന്യൂസിലാൻഡിലെ തോൽപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതിനായിട്ട് ഇന്ത്യൻ ടീം ഒന്ന് ഉണരേണ്ടതുണ്ട്. അതിനുള്ള പെർഫോമൻസ് മാക്സിമം പുറത്തെടുക്കേണ്ടതായിട്ടുണ്ട്. വരുൺ ചക്രവർത്തി തൻ്റെ ഫുൾ എഫേർട്ട്, തൻ്റെ കഴിവ് ഫുള്ള് എടുക്കേണ്ട സമയമാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ കുൽദീപ് യാദവ് ഉണ്ട്, പക്ഷേ പുള്ളിയെ കളിപ്പിക്കുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. ഒരുപക്ഷെ വരുൺ ചക്രവർത്തിയുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് അനുസരിച്ച് അതിനേക്കാൾ ബെറ്റർ ആയതിനെ കുൽദീപ് യാദവിൻ്റെ. പുള്ളിക്ക് അവസരം കൊടുക്കുന്നുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു കുൽദീപ് യാദവിന് കുറച്ചുകൂടെ ബെറ്ററായിട്ട് കളിക്കാൻ കഴിഞ്ഞേക്കാം. ലോവർ റാങ്കിങ്ങിലെ പെർഫോമൻസ് അല്ലെങ്കിൽ റാങ്കിങ് വെച്ച് ടീമിൽ ഒരാളെ നിലനിർത്തുന്നതിനേക്കാൾ ഉപരിയായി പ്രസൻറ്റ് പെർഫോമൻസ് ഒരു 4-5 കളിയിൽ എങ്ങനെയായിരുന്നു, അതിൻ്റെ ഒരു ആവറേജ് അതിന് തക്കവണ്ണം പെർഫോമൻസിനൊത്തവണ്ണം വേണം അടുത്ത ഫൈനലിലേക്ക് വരുമ്പോൾ ടീമിലേക്ക് ആ കളിക്കാരനെ എടുക്കേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. ടീം നല്ല ഉണർന്നെഴുന്നേൽക്കുവാനായിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ ന്യൂസിലാൻഡിനെതിരെ ജയിക്കണമെങ്കിൽ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. നല്ലോണം കളിക്കുവാൻ